പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്തെ ഉമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞു കാണും, ഒന്നും ചെയ്യുന്നില്ല, ഉമ്മ വീട്ടിൽ തന്നെ, ഓർ ഷീസ് ജസ്റ്റ് എ ഹൗസ് വൈഫ്. ഈ ജസ്റ്റ് എ ഹൗസ് വൈഫിന്റെ ഒരു ടാഗിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടെന്ന് കുറച്ചുകൂടി പ്രായമായപ്പോഴായിരിക്കും മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവുക. പിന്നെ ഇന്നത്തെ കാലത്ത് മിക്ക വീടുകളിലും വർക്കിംഗ് വിമൻ ആയിരിക്കും. എന്നാലും വീട്ടിന്റെ കാര്യവും പിള്ളേരുടെ പഠിത്തവും ക്ലീനിങ്ങും പ്ലസ് ഓഫീസിന്റെ കാര്യങ്ങൾ എല്ലാം പെണ്ണുങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാല് അത് വുമന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ പോയാലേ നമുക്ക് അതിനേ നേരം ഉണ്ടാവുമല്ലോ. ഈ ഹോം മേക്കിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാനും വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കി കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് രാവിലത്തെ മോർണിംഗ് റുട്ടീൻ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് അന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയിരിക്കുന്നത്, മുട്ട റോസ്റ്റ്. ഈ മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ട് എപ്പോഴും ഞാൻ വിചാരിക്കും ഒത്തിരി നേരം എടുക്കുന്നു, ബിക്കോസ് സവോള എല്ലാം വൈറ്റ് എടുക്കണമല്ലോ. പക്ഷെ ഈ അടുത്തൊരു കണ്ടൊരു റീൽ ഉണ്ടായിരുന്നു, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ എളുപ്പമാണ്, ഒട്ടും സമയം വേണ്ട, എല്ലാം കൂടി നമുക്ക് കുക്കറിൽ ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് താളിക്കുക, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില സവോള തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഈ മുട്ട റോസ്റ്റിന്റെ മസാല കിട്ടുമല്ലോ, അത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരു 30 സെക്കൻഡ് സ്റ്റിർ ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതിന് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സവോള എത്രയാണോ നിൽക്കുന്നത് അത്രയും വെള്ളം ഒഴിക്കുക. അതിന്റെ മുകളിൽ ഒരു സ്റ്റീലിന്റെ കട്ടൂരി വെച്ചിട്ട് വേവിക്കാനുള്ള മുട്ട ഇടുക. മുട്ടയുടെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ കുക്കറിൽ അടിച്ചാൽ മതി. എല്ലാം കൂടി പ്രോപ്പർലി വെന്ത് കിട്ടും. എന്നിട്ട് മുട്ട എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഈ സവോള ഹൈ ഫ്ലെയിമിൽ ഇട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്താൽ നല്ല റോസ്റ്റ് ഡ്രൈ റോസ്റ്റിന്റെ പരുവത്തിലാവും. പെട്ടെന്നാവാൻ വേണ്ടി ഞാനൊരു ഫ്രൈ പാനിൽ ഇട്ടു. എന്നിട്ട് മുട്ടയുടെ തോട് കളഞ്ഞിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിന് സൈഡിന് ചപ്പാത്തിയോ ദോശയോ എന്തിനു കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലത്തെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ബിലോ യുവർ ഒപ്പീനിയൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.